ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ബാക്കിലുണ്ട് ഇഷ്ടംപോലെ ചട്ടികളാണെങ്കിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങര ജംഗ്ഷനിലാണ്. അട്ടക്കുളങ്ങര ജംഗ്ഷൻ, ഈസ്റ്റ് ബോട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അട്ടക്കുളങ്ങര ജംഗ്ഷനിലാണ് ഇഷ്ടംപോലെ ചട്ടികളുള്ളത്. അപ്പോൾ ചട്ടി വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചട്ടിയെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയയും അതിന്റെ വിലയും അതോടൊപ്പമുള്ള അപ്ഡേറ്റ്സുമാണ് ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ ചട്ടി സംഭവം ഒരു ഇഷ്ടംപോലെ ചട്ടികളാണെങ്കിൽ ഈ സൈഡിലുണ്ട്. നമ്മൾ അട്ടക്കുളങ്ങര ജംഗ്ഷൻ കഴിഞ്ഞ് ഈസ്റ്റ് ബോട്ട് എത്താറായ സമയത്ത് തുറക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ തുറക്കുന്നതേ ഉള്ളൂ. രാത്രി എത്ര മണി വരെ കാണും? 8 മണി വരെ കാണും. 8 മണി വരെ കാണും. ഓക്കെ, അന്നെന്താ തുറക്കുകയാണ്. ഒരാള് മാത്രമേ ഉള്ളൂ. വെയിലാവുകൊണ്ട് ഇപ്പൊ ഒരാൾ കുറച്ച് വെച്ചെങ്കിൽ ഓക്കെ, വെയിൽ മാറിയാൽ ആള് വരും. ഓക്കെ ഓക്കെ. നമ്മൾ ഇത് ഏത് സ്ഥലത്തു നിന്നാണ് ഈ ചട്ടികളൊക്കെ വരുന്നത്? താമരക്കുളം, നാരോളിന് 20 കിലോമീറ്റർ അപ്പുറം. താമരക്കുളത്തു നിന്നാണ് ചട്ടി. ചട്ടിയുടെ പ്രിപ്പറേഷൻ ഒക്കെ എത്ര കാലം മുതലേ തുടങ്ങി? ഞാൻ 30 വർഷമായി. അല്ല, ഈ ചട്ടി ഇത് നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടി ആറ്റുകാൽ ഇത് ഏകദേശം 100 വർഷം കഴിഞ്ഞു. അതല്ല ചേട്ടാ ചോദിച്ചത്, നമ്മൾ ഇതിന്റെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് എത്ര മാസം കൊണ്ട് തുടങ്ങി? 5 മാസം, 3 മാസം? ഇല്ല, ഒരു 7-8 മാസമായി. 7 മാസം കൊണ്ട് തുടങ്ങി. എത്ര ചട്ടികളാണോ? ഒരു 10,000 ചട്ടികളാണോ? അത്രയും വില? ഇല്ല, ഇത് 1 ലക്ഷം ചട്ടിക്ക് മുകളിലുണ്ട്. 1 ലക്ഷം ചട്ടികൾക്ക് മുകളിലുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര സ്റ്റാഫുകളുണ്ട് ടോട്ടല്? 10 പേരാണ്. 10 പേരുണ്ട്. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്? സ്വന്തം ബിസിനസ് അല്ല, വെളിയിൽ നിന്ന് എടുക്കുന്നത്. വെളിയിൽ നിന്ന് എടുത്തിട്ടുള്ള വിൽപ്പനയാണ്. ഓക്കെ, അപ്പൊ ഇത് സംഭവം എല്ലാം തുറക്കണ കാണിക്കട്ടെ. തുറന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം, അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരി. ഓക്കെ, റേറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടിച്ചങ്ങ് പോകാം. കരിഞ്ചട്ടിക്ക് എങ്ങനെ ഒരു റേറ്റ് ഒക്കെ? ഇതോ, ഇത് ഏറ്റവും വലുത് 150, അതിന്റെ ചെറുത് 100, അതിന്റെ ചെറുത് 80. അങ്ങനെയാണ് റേറ്റ് വരുന്നത്. അപ്പൊ പൊങ്കാല ചട്ടികള് വന്നുകൊണ്ടിരിക്കുന്ന, അതുകൂടാതെ തന്നെ 1 മാസം മുമ്പ് തന്നെ പൊങ്കാല ചട്ടികളൊക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ എല്ലാ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന സമയത്ത് ഇവിടെയും ഇഷ്ടംപോലെ ചട്ടികളൊക്കെ ആണെങ്കിൽ സംഭവം സെയിൽ ചെയ്യാൻ വേണ്ടി അടുക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ചട്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ മായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പരിപാടിയും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫെസ്റ്റിവലാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള പരിപാടികളും കൂടെ ചെയ്യാതിരിക്കുക. അധികാരികൾ വേണ്ട നടപടികൾ നേരത്തെ കൂട്ടി ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. വെയിലത്ത് ഒന്ന് കുട പിടിച്ച് നിൽക്കാനോ തൊപ്പിയോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നമുക്ക് കിട്ടിയില്ല. 35 വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്ന ഒരിക്കൽ മാത്രമേ കിട്ടിയുള്ളൂ. നമുക്കത് ഇതുവരെ കിട്ടിയില്ല. എനിക്ക് കുടയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ വെച്ചത്. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇത്തവണ അങ്ങനത്തെ യാതൊരുവിധ ഹെൽപ്പും കിട്ടുന്നില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട്? നമുക്ക് ബുദ്ധിമുട്ട് ഓരോ കുട വീതം കിട്ടിയാൽ കുഴപ്പമില്ല. ഒരു കുട കിട്ടണം, നമുക്ക് ഇരിക്കാൻ ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കാൻ. ഇനി ഈ ആറ്റോടമ്മയുടെ നടയിൽ ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഇവിടെ വരരുത്. എന്നുവെച്ചാൽ ഇനി ഒരു മനുഷ്യരെയും വകയുള്ള നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ ആരും പൊട്ടിക്കാനോ പറക്കാനോ ഒന്നിനും പാടില്ല. പൊട്ടിച്ച സംഭവം ഉണ്ട്. ഉണ്ട്. ഈ കഴിഞ്ഞ മാസം പിന്നെ ഒരു 25-ാം തീയതിക്കകത്ത് വന്ന് പൊട്ടിച്ചത് ചട്ടി. രാത്രി 10 മണിക്ക് ശേഷം വന്ന് ചുള്ളേ കിടന്ന ഓട്ടിന് വാരി എറിഞ്ഞാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ടാർപ്പ് എടുത്ത് കളക്കി കാണിച്ചു തരാം. അത് ഒരിക്കലും ആറ്റേലമ്മേരെ നടയിൽ ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ കൊണ്ടാണ് രക്ഷപ്പെട്ടത്.